അങ്ങനെ നമ്മൾ ഗുജറാത്തിലേക്ക് കിടന്നു. ഗുജറാത്തിലേക്ക് നേരെ പോയത് നാഗേശ്വർ ജ്യോതിർലിംഗ ടെമ്പിളിലേക്കാണ് പോയത്. അവിടെ നല്ല ജ്യോതിർലിംഗ ഹൈ എൻഡ് എനർജി സെൻസ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടാണ് ഫുൾ എനർജി പ്രസൻസ് നമുക്ക് അവിടെ നാഗേശ്വർ ജ്യോതിർലിംഗത്തിൽ എക്സ്പീരിയൻസ് സാധിച്ചു. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ കൂടെ കയറി ഇറങ്ങുന്നത് നാഗേശ്വര ടെമ്പിളിലെ ഊർജ്ജമാണ്. നേരെ സഹസ്രാരത്തിൽ കൂടെ നേരെ താഴത്തേക്ക് ഹോൾ ബോഡിയിലേക്ക് 2 കൈയിലും ഒപ്പം സെൻസ് ചെയ്യുന്നുണ്ടാവും ഊർജ്ജം. ഫുൾ ബോഡി ടോപ്പ് ടു ഡൗൺ. മുള്ളു കുത്തിക്കൊള്ളണ മാതിരിയുള്ള പിയേഴ്സിങ് പെയിനാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ശരിക്കും കത്തിയും കൊണ്ട് മുറിക്കുന്ന മാതിരിയിട്ടുള്ളൊരു സെൻസേഷനാണ് 2 കൈമയും കെട്ടിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് താഴെ വരെ ആ ഊർജ്ജം ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുക. തിരിച്ച് ഫുൾ ബോഡി സെൻസ് ആയതിനു ശേഷം ബാക്ക് ടു ഫ്രണ്ടിലേക്ക് ആ ഊർജ്ജം ഇങ്ങനെ ഡൈവേർട്ടായിക്കൊണ്ടിരിക്കുക, കൂളായിക്കൊണ്ടിരിക്കുക. ബാക്കിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ കൂളായി വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ 2 കൈയിലും അത് സെൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നാഗേശ്വർ ജ്യോതിർലിംഗം ഗുജറാത്തിൽ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചത്. അവിടെ നിന്ന് നമ്മൾ ബൈദ്വാരകയിലേക്കാണ് പോയത്. ബൈദ്വാരകയിലേക്കാണ് പോയത്. അത് ദ്വാരകേശ്വർ ടെമ്പിളിലേക്കാണ് ആദ്യം പോയത്, ബൈദ്വാരകയിൽ. അപ്പോൾ ആ ദ്വാരകയിൽ പോണ വഴിയിലാണ് ബൈദ്വാരക എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നാഗേശ്വർ ടെമ്പിളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ നട അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ജസ്റ്റ് അടച്ചിട്ടുണ്ടാവുള്ളൂ ഉച്ച സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ധ്യാനിക്കുകയും അവിടെ നിന്ന് നേരെ തിരിച്ച് തൊട്ടടുത്തുള്ള ഹനുമാൻ ടെമ്പിളിലേക്ക് പോയി. അവിടെ ഹനുമാൻ ടെമ്പിളിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയും നേരെ സൈഡിൽ പുത്രനായ മകർധ്വജയും 2 സ്റ്റാച്ചു ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ മകർധ്വജയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹനുമാൻ്റെ മോനാണ്. എങ്ങനെ അതുണ്ടായെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ കടലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ജനിച്ച മോനാണ് മകർധ്വജ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പാതാള ലോകത്തിൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ ഒരിക്കൽ ശ്രീരാമൻ ജലസമാധിക്ക് മുമ്പായിട്ട് ഹനുമാൻ സ്വാമീനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സമാധിയാവാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മോതിരം ഭൂമിയിലേക്ക് ഇടുകയും അതിങ്ങനെ പോയി പാതാളലോകം വഴി പാതാളലോകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് ഹനുമാൻ സ്വാമിയോട് പോയി എടുത്തുകൊണ്ടിരാൻ പറയും. അങ്ങനെ പോണ സമയത്ത് ഹനുമാൻ സ്വാമീനെ വിടുന്ന സമയം താഴത്ത് വന്ന ഹനുമാൻ സ്വാമി പാതാളലോകത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കാവൽക്കാരനായിട്ട് മകൻ നിൽക്കുകയാണ്. ആ മകനുമായിട്ട് പിന്നെ ദ്വന്ദ്വയുദ്ധം ചെയ്ത് അവസാനം ആണ് മനസ്സിലാവുന്നത് ഇത് ഒരേ സ്ട്രെങ്ത്തിൽ 2 പേരും ഫൈറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി നീ ആരാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഹനുമാൻ്റെ മകനാണെന്ന് പറയും. അങ്ങനെ അവർ 2 പേരും ഇതായി. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ധാർമ്മിക ബോധത്തിൽ അദ്ദേഹം ഹനുമാനെ വിടാതിരിക്കുകയും വീണ്ടും ഫൈറ്റ് നടന്ന് അവസാനം ഹനുമാൻ സ്വാമി അകത്ത് കയറി താഴേക്ക് പോവുകയാണ് ചെയ്തത്, പാതാള ലോകത്തേക്ക് പോവുകയാണ് ചെയ്തത്.
അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇതും കൂടി കാണുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഹനുമാൻ സ്വാമിയെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ശരിക്കും ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ മകരധ്വജൻ്റെ പാതാള ലോകത്തിലേക്കുള്ള എനർജിയും കൂടി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഭൂമിയിലുള്ള ഫേസും റൈറ്റ് സൈഡിൽ പാതാള ലോകത്തെ ആ ഒരു 4ാമത്തെ ലെയറാണ് ഭൂമിക്കടിയിലേക്ക്. ആ പാതാള ലോകത്തെ എനർജിയും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്തു. രണ്ട് സ്ഥലത്തെയും ടൈമും സ്പേസും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് സൈസിലുള്ള വൈബ്രേഷൻസ് സെൻസ് ചെയ്യാൻ സാധിക്കും, ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും. ഹനുമാൻ സ്വാമിയുടെ ലെഫ്റ്റ് സൈഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ പാതാള ലോകത്തെ ഒരു സ്ലോ മോഷനിൽ ഒരു ഫ്ലൂയിഡ് മീഡിയയിൽ ഇങ്ങനെ ഉള്ള ഒരു ജെലാറ്റിൻ പോലത്തെ ഒരു ഫ്ലൂയിഡ് മീഡിയയിൽ നിൽക്കുന്ന ഒരു പ്രതീതിയായിരിക്കും നിങ്ങൾക്ക് സെൻസ് ചെയ്യുക എൻ്റെ റൈറ്റ് സൈഡിൽ. മുകളിൽ നിന്ന് താഴത്തേക്ക് അതിൻ്റെ എനർജി ഫ്ലോ അങ്ങനെ സ്ലോലി കൂളിംഗ് ഫേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മുകളിലേക്ക് കയറി വരുന്നു. പാതാള ലോകത്ത് കിട്ടുന്ന വൈബാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഭൂമിയിലുള്ള എനർജി. ഇതാണ് പ്രഷർ ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും സെൻസ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലെ പ്രഷറും റൈറ്റ് സൈഡിലെ പ്രഷർ ഡിഫറൻസ് നിങ്ങൾ സെൻസ് ചെയ്തോളൂ. ഓരോ സ്ഥലത്തിലും ഓരോ പ്രഷറായിരിക്കും, ഓരോ ടൈമും സ്പേസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഹീറ്റ് ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ സോൺ എല്ലാത്തിലും വ്യത്യാസം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇന്നേ വരെ ട്രാവൽ ചെയ്തിട്ടെങ്കിലും ഇങ്ങനൊരു സെൻസേഷൻ ഇവിടെ മാത്രം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരേ രണ്ട് ലോകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരേ ശരീരത്തിൽ ആ ഒരു എനർജി സെൻസിങ് കപ്പാസിറ്റി അനുഭവപ്പെടാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വീഡിയോ വേറെ സെൻസിങ് ആയിട്ടുള്ളത് ആദ്യമായിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. വളരെ അപൂർവമായിട്ടാണ് നമുക്കും ഇതിങ്ങനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഒരേ ശരീരത്തിൽ രണ്ട് ലോകങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ എനർജി സെൻസ് ചെയ്യുന്നു. കൂളായിക്കൊണ്ടിരിക്കുകയാണ് ബോഡി. രണ്ട് കയ്യിലും ഇപ്പോൾ നല്ല ഫീലിംഗ് ഉണ്ട്. ഇടത്തെ കയ്യിൽ കൂടുതലും വലത്തെ കയ്യിൽ കുറവും. നമ്മൾ ഭൂമിയിലെ ഇതായതുകൊണ്ട്
ഗ്രാവിറ്റിയും എല്ലാം ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് മൊത്തം കൂളായി നോർമലായി റൈറ്റ് സൈഡ് നമുക്ക് നോർമലായിട്ട് ഫീൽ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡാണ് ഭൂമിയുടെ ആ ഒരു ഹനുമാൻ സ്വാമിയുടെ എനർജി ഹൈ എൻഡിൽ സെൻസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഹെവിനെസ് കൈ ഒന്ന് പൊക്കി നോക്കി, ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര ഹെവി ആയിട്ട് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റ് ഹാൻഡ് വളരെ ഒന്നും ഉണ്ടാവില്ല, കൂളായിരിക്കും. രണ്ട് കൈയും മാറി ഇങ്ങനെ വെയ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡിൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും പൊക്കുമ്പോൾ. റൈറ്റ് ഹാൻഡ് വളരെ കൂളായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. അതാണ് ഭൂമിയിലുള്ള ഹനുമാൻ സ്വാമിയുടെ എനർജിയുടെ പ്രസൻസ്. ഹനുമാൻ സ്വാമിയുടെ എനർജി നോർമലായി, രണ്ടും ഒരേപോലെ കൂളായി. രണ്ട് കൈയും നോക്കിക്കോളൂ, ഇപ്പോൾ ഒരു ഫീലിംഗ് ഉള്ളൂ, എംപ്റ്റി ഹാൻഡ്സായി. ഇതാണ് നമുക്ക് ഇതും വളരെ റയറായിട്ടോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് സെൻസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് അവിടെ നിന്ന് നമ്മൾ ദുർഗാക്ഷേത്രത്തിലേക്കാണ് പോയത്, ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലേക്ക്. അവിടെ ഒട്ടനേകം ഹോമകുണ്ടങ്ങൾ, മത്സ്യേന്ദ്രനാഥിൻ്റെ ആ പരമ്പരപ്പെട്ടവരുടെ കുറേ ഹോമകുണ്ടങ്ങൾ അവിടെ ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ നിന്ന് വൈറ്റ് ദ്വാരകയിൽ നിന്ന് അവിടെ പിന്നെ നമ്മൾ സോമനാഥിലേക്കാണ്. സോമനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ നമ്മൾ രാവിലത്തെ ദർശനം കിട്ടി. രാവിലെ നമ്മൾ അവിടെ 6 മണിക്ക് നട തുറന്നിട്ട് 8-8:30 വരെ നമ്മളവിടെ തന്നെയായിരുന്നു. രാവിലെ നിർമ്മാല്യം തുടങ്ങി, അഭിഷേകവും നിർമ്മാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാം ശിവലിംഗത്തിനെ ഫുൾ അണിയിച്ചതിന് ശേഷം അതും ആ പൂജയും എല്ലാം ഭംഗിയായിട്ട് നമുക്ക് അവിടെ നിന്ന് തൊഴുവാൻ സാധിച്ചു. അവിടെ പുറത്ത് നിന്നുകൊണ്ട് നേരെ ഡയറക്റ്റ് കോസ്മിക് എനർജിയുടെ പ്രഭാവം ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതാണ് സോമനാഥ് നമുക്ക് വളരെ ഭംഗിയായിട്ട് അവിടെ അത്രയും നേരം നമ്മൾക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഞങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴുവാൻ സാധിച്ചു. അത്രയും മീൻസ് തിരക്ക് കുറവായിരുന്നു അവിടെ ആ രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ചാൻസ് അവിടെ കിട്ടുകയും ആ ഊർജ്ജത്തിൽ നമുക്ക് അത്രയും നേരം ആ പ്രസൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കും ആ സോമനാഥൻ്റെ എനർജി 2 കയ്യിൽ ഒരേ സമയം സെൻസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ എനർജി പ്രസൻസ് ഇപ്പോൾ വരുന്നത് താഴത്തുനിന്ന് നേരെ ഊർജ്ജം മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപ്പൂര വരെ എത്തി നിൽക്കുകയാണ്. 2 കൈകളിലും 2 കാലിലും മണിപ്പൂര വരെ അതിൻ്റെ ഊർജ്ജം പ്രസരിപ്പ് ഇങ്ങനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നു. അത് വയറിൽ വയറ്റിലേക്ക്, അതാണ് മണിപ്പൂരയുടെ സോളാർ പ്ലെക്സസിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് കയറി. ഇപ്പോൾ അത് ഹാർട്ട് ചക്രയിൽ വന്നു. ഹാർട്ട് ചക്രയിൽ നിന്ന് അത് വിശുദ്ധിയിലേക്ക് വന്നു, കഴുത്തിലേക്ക് വന്നു. വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിലേക്ക് വന്നു. ആജ്ഞയിൽ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. ആജ്ഞയിൽ നേരെ അത് സഹസ്രാരത്തിലേക്ക് വന്നു. അങ്ങനെ സഹസ്രാരത്തിലും ആജ്ഞയിലും സഹസ്രാരത്തിലായിട്ട് നല്ല രീതിയിൽ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഓറ നന്നായിട്ട് വൈബ് ചെയ്യുന്ന നല്ല ഇലക്ട്രിക് വൈറ്റ് ലൈറ്റ് നമ്മുടെ ഓറയിൽ ഇങ്ങനെ കിടന്ന് തിളങ്ങുന്ന ഫീല് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ആ കോസ്മിക് കണക്ഷൻ്റെ പ്രത്യേകത. വൈറ്റ് ലൈറ്റ്, ഫ്ലൂറസൻ ലൈറ്റ്, വൈറ്റ് ബീം ഓഫ് ലൈറ്റ് നമ്മുടെ ഓറയിൽ ഇങ്ങനെ വന്ന് തിളങ്ങുന്ന സെൻസ് കിട്ടും.
വീണ്ടും ഔട്ടർ ചെയ്യുന്ന നേരെ സുഷുമ്നയിലേക്ക് നാഡിയിലേക്ക് അത് ഇന്നറിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നേരെ സെൻട്രൽ ചാനലിൽ കൂടെ അതിങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുക. മുകളിലേക്ക് നേരെ ഇപ്പോൾ സഹസ്രാരത്തിലേക്കും ആജ്ഞയിലേക്കും ആ ഊർജം വന്നു അങ്ങനെ ആ ബോഡി കൂളായി. ഇതാണ് സോമനാഥ് ക്ഷേത്രത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനർജി. അതിന് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ദ്വാരകയിൽ ശങ്കരമഠത്തിലേക്ക് പോയിരുന്നു. ശങ്കരമഠം തൊഴുത് അവിടെയും കയറി അവിടുത്തെ ആ ഊർജത്തിൽ നിന്നുകൊണ്ട് അവിടെ ഇപ്പോൾ ഉച്ച സമയത്തും ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറി ജസ്റ്റ് തൊഴുത് നമ്മളവിടെ നിന്ന് നേരെ തിരിച്ച് വരാവലിലേക്ക് പോവുകയാണ് ചെയ്തത്. വരാവലിലാണ് ശ്രീകൃഷ്ണൻ്റെ ബൽക്ക തീർത്ത്. അവിടെ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണന് അമ്പ ചെയ്ത് ആ ഇടത്തെ കാലിൽ മാത്രം നമുക്ക് അവിടെ ആ ശരശയെ കിടക്കുന്ന ശ്രീകൃഷ്ണൻ നമുക്ക് കാണാൻ പറ്റും. ആ ഇടത്തെ കാലിൻ്റെ മാത്രം കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ നമുക്ക് പുകച്ചിലോട് കൂടിയ ഒരു ഊർജം അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ആ കാല് മാത്രം സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റിലൊക്കെ മാത്രം ബേൺ ചെയ്യുന്ന നിങ്ങൾക്ക് സെൻസേഷൻ കിട്ടും. അതാണ് ആ വരാവലിൽ ബൽക്ക തീർത്ത്. ശ്രദ്ധിച്ചോളൂ. മുട്ടിന് കിഴപ്പോട്ട് മാത്രം ഒരു കഴയ്ക്കുന്ന പ്രതീതി നിങ്ങൾക്ക് സെൻസ് ചെയ്യാം. ആ കാലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നല്ല പുകച്ചിലെടുക്കുന്ന ഫീൽ കിട്ടും. കാര്യം അദ്ദേഹത്തിന് അവിടെ അതിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. കാര്യം നിങ്ങൾക്ക് അവിടെ അദ്ദേഹം അമ്പ ചെയ്തെങ്കിലും 9 ദിവസം അദ്ദേഹം അവിടെ കിടന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആകെ കണക്ഷൻ സ്വർഗം വരെയുള്ളൂ. ആ ഊർജത്തിൻ്റെ കണക്ഷൻ, ഈ കൃഷ്ണൻ്റെ ഊർജത്തിൻ്റെ കണക്ഷൻ സ്വർഗം വരെയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെന്താണ് അവിടം വരെ ഉള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ചരൺ പാതികയുണ്ട്, പാദമുണ്ട്. അവിടെ പാദം വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ശംഖുണ്ട്. അവിടെ ബ്രഹ്മേന്ദ്രമുണ്ട്. അവിടെ നടുക്ക് ഒരു കോല് പോലെ ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഒരു പാരപ്പറ്റ് പോലെ ഇങ്ങനെ കെട്ടി അതിൻ്റെ ഉള്ളിൽ ആർക്കും അങ്ങനെ പ്രവേശനം ഡയറക്റ്റ് ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഊർജ്ജം നമുക്കൊന്നും സെൻസ് ചെയ്യുന്നില്ല. അപ്പോൾ പണ്ഡിതനോട് ചെയ്തെന്താ ഇവിടെ എന്താ ഊർജ്ജം ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയണത്. അദ്ദേഹം ഒന്ന് വേഗം ആ തീർത്ഥം നമുക്ക് ആ അഭിഷേകത്തിനുള്ള ഒരു കുണ്ടം നമുക്ക് വെള്ളം തന്നു. എന്നിട്ട് അകത്ത് കയറി ഇവിടെ ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആ സമയത്ത് ശരശയ്യയിൽ ആ 9 ദിവസം ആ കിടന്നത് അവിടെയാണ്. ആ 9ാമത്തെ ദിവസമാണ് അദ്ദേഹം ബോഡി ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ആ 9 ദിവസം കിടന്ന ആ ശരശയ്യയിലത്തെ എനർജി അവിടെ ആ വെള്ളം അവിടെ ആ ഒരു അങ്ങനെ ധാര ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഫുൾ ചാർജ് അവിടെ നമുക്കും ആ പണ്ഡിറ്റിനും അങ്ങനെ ഹൈ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഉള്ളിൽ ആ ഊർജ്ജം ഭയങ്കര പ്രസരണം ഇപ്പം നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. ആ സെയിം ഊർജ്ജം കൃഷ്ണൻ്റെ അന്ന് ശരശയ്യയിൽ അന്ന് ആ 9 ദിവസം കിടന്ന ആ കൃഷ്ണൻ്റെ അമ്പ ചെയ്ത് കിടന്ന ആ ഊർജ്ജത്തിൻ്റെ പ്രസൻസാണ് ഇപ്പോൾ നിങ്ങൾ ശരീരം മൊത്തം ആജ്ഞ പ്രത്യേകിച്ചും സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 കൈയിലേക്കും സെൻസ് ചെയ്യാൻ സാധിക്കും. 2 കാലും 2 കൈയിലും ആജ്ഞയും ശ്വാസകാരവും എല്ലാം നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഊർജ്ജത്തിൽ കിടന്നുകൊണ്ട് 9 ദിവസം കിടക്കുകയും അവിടെ നിന്ന് ഉദ്ധവരെ ബദ്രിയിലേക്ക് പറഞ്ഞുകൂടെയാണ് ചെയ്തത്. മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ബലരാമൻ നാഗത്തിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് ബലരാമനെ നാഗലോകത്തേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് അർജുനനെ വിളിച്ചു വരുത്തുകയും അർജുനനാണ് 9ാമത്തെ ദിവസം ഇദ്ദേഹത്തെ കൃഷ്ണൻ്റെ ശരീരം ദയിപ്പിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഹാർട്ട് മാത്രം ഹൃദയം മാത്രം കത്താതെ അത് ഇപ്പോഴും ജ്വലിച്ചുകൊണ്ട് അത് അടിച്ചുകൊണ്ടിരിപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതങ്ങനെ അവിടെ നിന്ന് അത് കടലിലേക്ക് പോകും. കടലിൽ നിന്ന് മത്സ്യം ഇത് ചെയ്യും. അവിടെ നിന്ന് അത് ഫിഷർമാൻ വഴി അത് രാജാവിന് കിട്ടിയ രാജാവ് അത്
പുരി ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയും ഇപ്പോഴും ആ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മരത്തിൻ്റെ കൃഷ്ണരൂപം, കൃഷ്ണൻ്റെ രാധയും ബലരാമൻ്റെ രൂപം വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. മരം ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. കാരണം അത് ഡിസ്ട്രക്ഷൻ സംഭവിക്കും, അത്രയ്ക്ക് പവറാണ് ആ ഹാർട്ടിന്. അതുകൊണ്ട് ആ മരച്ചില അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ചീത്തയാവുന്നതിനനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് കൃഷ്ണൻ്റെ ചരൺ പാതുകയിൽ ആ 9 ദിവസം അവിടെ കിടന്ന ആ ഊർജ്ജമാണ് ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെറുതായിട്ട് ആജ്ഞയിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്തത് പോയത് നേരെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് നേരെ മഹാരാഷ്ട്രയിലേക്ക് വന്നു. മഹാരാഷ്ട്രയിൽ നമ്മൾ ഗണേശ്പുരിയിലേക്ക് പോയി. ഗണേശ്പുരിയിലാണ് നിത്യാനന്ദ സ്വാമിയുടെ സമാധി. നമ്മുടെ കാഞ്ഞങ്ങാടുള്ള നിത്യാനന്ദ സ്വാമി ആശ്രമത്തിൻ്റെ സമാധി മണ്ഡപം ഇരിക്കുന്നത് മഹാരാഷ്ട്രയിലും മുംബൈയിലുള്ള ഗണേശ്പുരിയിലാണ്. അങ്ങനെ നമ്മൾ ഗണേശ്പുരിയിൽ പോയി സ്വാമിയുടെ സമാധി സ്ഥാനത്ത് അവിടെ നിന്ന് ധ്യാനിക്കുകയും അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വന്നു. അവിടെ ജ്യോതിർലിംഗത്തിലേക്ക് പോയി. അതാണ് ഭീമശങ്കർ ജ്യോതിർലിംഗത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഭീമശങ്കർ ജ്യോതിർലിംഗം. അങ്ങനെ ആ ജ്യോതിർലിംഗത്തിൽ പോയി അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് ധ്യാനിച്ച് അതൊരു നല്ലൊരു കാട്ടിലേക്ക് പോകണം, ഭീമശങ്കർ ജ്യോതിർലിംഗം. അങ്ങനെ കാട് കയറി ആ അമ്പലത്തിൽ ചെന്ന് രാത്രിയായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. ആ രാത്രി നമ്മളങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് ആ ജ്യോതിർലിംഗത്തിൽ നമുക്ക് തൊട്ട് തൊഴുവാനുള്ള സ്പർശ ദർശനത്തിനുള്ള അവസരം കിട്ടുകയും അവിടെ നിന്ന് കുറേ നേരം ധ്യാനിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ ആജ്ഞയിൽ അടിക്കുന്നത് ഭീമശങ്കറിൻ്റെ എനർജിയാണ്. ഭീമശങ്കറിൻ്റെ എനർജി നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ജ്യോതിർലിംഗം നേരെ സുഷുപ്ന വഴി നേരെ താഴത്തേക്ക് ഇറങ്ങി ഹാർട്ട് ചക്ര വരെ എത്തി. വിശുദ്ധി ഹാർട്ട് ചക്ര വരെ താഴത്തേക്ക് ഇറങ്ങി നേരെ താഴത്തേക്ക് വീണ്ടും ഇറങ്ങി. അതിപ്പോൾ സ്വാധിഷ്ഠാനമായി. മണിപ്പൂർ സ്വാധിഷ്ഠാനം നേരെ മൂലാധാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂലാധാരത്തിൽ അത് ആ മൂലാധാരത്തിൽ അത് കുണ്ടലിനിയിലേക്ക് അത് ഇറങ്ങി ലയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഊർജ്ജം വീണ്ടും അടുത്ത ബൗൺസ് ഓഫ് എനർജി നേരെ ആഗ്നയിലേക്ക് വീണ്ടും വന്നു. ഇതാണ് ഭീംശങ്കറിൽ കിട്ടിയ ആ ഊർജ്ജത്തിൻ്റെ പ്രസൻസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതാണ്. സുഷുപ്ന വഴിയാണ് അതിൻ്റെ ഊർജ്ജം ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അങ്ങനെ ആ ഭീംശങ്കറിൽ പോയി അവിടെ നിന്ന് ആ ഊർജ്ജം സ്വീകരിച്ച് നമ്മളങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ തിരിച്ച് ഗോവ വഴി കർണാടകത്തിലേക്ക് വന്നു. കാരണം എല്ലാം കോസ്റ്റൽ ഏരിയയിൽ കൂടെ വന്നത്. ആ കർണാടകത്തിൽ നമ്മൾ പോയത് ഗോകർണം ശിവക്ഷേത്രം. അവിടെ ആത്മലിംഗമാണുള്ളത്. ആത്മലിംഗം ആകെ കൈലാസത്തിൽ നിന്ന് രാവണൻ കൊണ്ടുവന്ന ആത്മലിംഗമാണ് അവിടെ ഇരിക്കുന്നത്. അത് കുഴിയിലേക്ക് താന്നിരിക്കുന്നത്. അവിടെ ചെന്ന് നമുക്ക് അതിനെ സ്പർശിക്കാം. ആത്മലിംഗത്തിൽ അവിടെയുള്ള ഊർജ്ജത്തിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചക്രയ്ക്ക് എബോവ് ഉള്ളൂ അതിൻ്റെ എനർജി പ്രസൻസ്. ആ കുഴിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ അതിൽ തൊട്ടു നമ്മൾ അവിടെ നമസ്കരിച്ച് അവിടെ നിന്ന് ധ്യാനിച്ചിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ആ ഊർജ്ജം നമുക്ക് ആ ഗോകർണത്തെ അപ്പം ഹാർട്ടിൻ്റെ മുകളിലേക്കുള്ള ഊർജ്ജം മാത്രം കൈമേലിക്കും അതിൻ്റെ ഊർജ്ജം കിട്ടുന്നുണ്ടാവും. അത്രയും ഭാഗം മാത്രം. അപ്പർ ചക്ര മാത്രം ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. കൂളായി. ഇതാണ് നമുക്ക് കിട്ടിയ യാത്ര. അവിടെ നിന്ന് നേരെ തിരിച്ച് കേരളത്തിലേക്ക് നമ്മൾ കർണാടകയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് വന്നു. എല്ലാവർക്കും ആത്മനമസ്കാരം. ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച് കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്
ഞങ്ങളുടെ ഈ 21 ദിവസത്തെ യാത്ര നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.